കണ്ണിമാങ്ങ കരിങ്കാളൻ കനലിൽ ചുട്ട. ഇതിൻ്റെ ബാക്കി അറിയാമോ നിങ്ങൾക്ക്? അറിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനെക്കുറിച്ചൊരു ക്ലൂ പറയണമെങ്കിൽ, ഞാൻ കുഞ്ഞുനാളിൽ രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് വേണമെന്ന് പറയും. ചിലപ്പോൾ ആ സമയത്ത് വെളിച്ചെണ്ണ തീർന്നിരിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വിളക്ക് കത്തിക്കാൻ മാത്രം വെളിച്ചെണ്ണ ഉണ്ടായിരിക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ അവരെനിക്ക് ഇത് ചുട്ട് തരും. അപ്പം ഞാൻ പറയും എനിക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വേണമെന്ന്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പാടുന്നൊരു പാട്ടാണിത്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ കരിങ്കാളെന്ന്. അപ്പോൾ അച്ഛൻ പറയും അച്ഛമ്മ എപ്പോഴുണ്ടാക്കുന്ന ആ കറുത്ത കറിയാണ് കരിങ്കാളെന്ന്. അപ്പോൾ ആ കരിങ്കാളിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് കർക്കിടക മാസത്തിലാണ് സാധാരണയായിട്ട് ഉണ്ടാക്കാറ്. ഇതിനെ പാവങ്ങളുടെ കാളൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. അതിനുവേണ്ടി കുമ്പളങ്ങയും ചേനയും ഇതുപോലെ മുറിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുവാണ്. പണ്ട് കർക്കിടക മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴയിൽ ഒന്നും കഴിക്കാനുണ്ടാവില്ല. ആ സമയത്ത് കഴിക്കാനുണ്ടാവുക കുറച്ച് വെള്ളരിക്കയും അതിനേക്കാൾ കുറവ് കുമ്പളങ്ങയും കുറച്ച് ചേമ്പും ചേനയും ഒക്കെയാണ്. അപ്പോൾ ഒരു കാളൻ കഴിക്കാൻ തോന്നുമ്പം അവരുണ്ടാക്കുന്ന കാളനാണിത്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് 1-2 ദിവസത്തേക്ക് കുശാലായി. അപ്പോൾ ദേ ഈ കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ആദ്യം വേണ്ടത് കുറച്ച് കുരുമുളകാണ്. ഈ കുരുമുളകിലേക്ക് ഇച്ചിരി ജീരകവും കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളിയെടുത്ത് അത് ഇത്തിരി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. എന്നിട്ട് പുളി ഇപ്പം ഇതിൽ ചേർക്കാൻ പാടില്ല, കാരണം പുളി ചേർത്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊന്നും വേവില്ല. പകുതി വേവായ ഈ കഷ്ണത്തിലേക്ക് നമുക്ക് ആ അരപ്പ് ഇപ്പം ചേർത്തിട്ട് ഒന്നും കൂടി വേവിക്കാൻ വേണ്ടി വെക്കാം. അതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നു അല്ലേ, നേരത്തെ പാടിയ പാട്ടിൻ്റെ ബാക്കി അത് ഞാൻ അവസാനം കാണിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കാം. പിഴിഞ്ഞ ആ പുളിയുടെ വെള്ളം ചേർക്കാം. പുളി ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കുറയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ സമയത്ത് നമുക്കതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് തിളക്കണം, അല്ലെങ്കിൽ ആ പുളിയുടെ രസം, ആ പച്ച രസമൊക്കെ ഉണ്ടാവും. അപ്പം അത് മാറുന്നത് വരെ നന്നായിട്ട് തിളക്കുക. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നത് തിളക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ചിട്ടങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇച്ചിരി ശർക്കര കൂടി പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ആ പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവും. ഇനി താളിപ്പിന് വേണ്ടി കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഉലുവ, പിന്നെ വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് താളിക്കാം. അപ്പോൾ അതേ നമ്മുടെ കരിങ്കാളൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ട് അല്ലെങ്കിൽ ആ ശ്ലോകം ഒന്ന് പാടുകയാണെങ്കിൽ, കണ്ണിമാങ്ങ കരിങ്കാളൻ കനലിൽ ചുട്ട പപ്പടം കാണാമൂണിൻ്റെ വൈഭവം. അപ്പോൾ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. വീണ്ടും കാണാം. ബൈ. താങ്ക് യു.